എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. മത്തായി 8-ന്റെ 25, 26 വാക്യങ്ങൾ. അവർ അടുത്തിയെന്നു, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും കാറ്റും കോളും തിരമാലകളുമൊക്കെ നമ്മുടെ ജീവിത നൗകയെ തകർക്കുന്ന വിധത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്ര ഒരു സുരക്ഷിത യാത്രയാണെന്ന് ആരും കരുതരുത് എന്നതാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരെ കടലിലൊക്കെ വളരെ പരിചയമുള്ളവരാണ്, മീൻപിടുത്തത്തിന് പോകുന്നവരാണ്. ഒട്ടുമിക്ക ആളുകളും മത്സ്യബന്ധനക്കാരായിരുന്നു. അവർ വളരെ ഭയപ്പെട്ടു എന്നാണ്. ആ ഭയപ്പാടിൽ അവർ കർത്താവിനെ സമീപിച്ചു. പലപ്പോഴും കഷ്ടതയിലും ഭീതിയിലുമാകുമ്പോഴാണ് മനുഷ്യർ ദൈവത്തെ വിളിക്കാൻ ഒരുങ്ങുന്നത്. നമ്മുടെ സുഖമുള്ള ജീവിതത്തിൽ ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും സ്വാധീനവും ഒക്കെയുള്ള സൗകര്യപ്രദമായ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ പലപ്പോഴും കർത്താവിനെ വിളിക്കാൻ മറന്നുപോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ശിഷ്യന്മാര് വലിയ കഷ്ടത്തിലായപ്പോൾ, ഭയത്തിലായപ്പോൾ അവർ കർത്താവിനെ വിളിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളിൽ ദൈവത്തെ വിളിക്കാൻ ഒരു വലിയ പ്രേരണയുണ്ടാവും. എന്നാൽ ദിവസം തോറും, ദിനംതോറും, നിമിഷം തോറും കർത്താവിനെ വിളിക്കാനും കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാനും നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കണം എന്നതും ഒരു വാസ്തവമാണ്. കർത്താവ് ലോകത്തിലേക്ക് വന്നത് തന്നെ മരണഭീതിയിൽ കഴിയുന്നവരെ രക്ഷിക്കാനാണ്. എന്നാൽ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അവരുടെ വിശ്വാസ കുറവിനെ യേശു ശാസിക്കുന്നുണ്ട്. കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തു, വലിയ ശാന്തതയുണ്ടായി. കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞതായി വിശുദ്ധ മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അവർ തന്നോട് പ്രാർത്ഥിച്ചു. സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയെന്ന് യേശു കുറ്റമൊന്നും പറഞ്ഞില്ല. ഞാൻ നന്നായി ഉറങ്ങുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്ന് വിളിച്ചെന്നെ ശല്യപ്പെടുത്തി, അങ്ങനെയൊന്നും കർത്താവ് പറയുന്നില്ല. അവൻ അവരെ ആദ്യം ശാസിച്ചു, എങ്കിലും രക്ഷിച്ചു. ഏറ്റവും ക്ഷോഭിച്ചിരിക്കുന്ന കടലിലെ അസ്വസ്ഥതയുടെ മധ്യത്തിൽ കൂടെ പ്രശാന്തമായ കരപ്രദേശം നമ്മൾ കാണാനുള്ളവരാണ്. ഈ കാറ്റും കോളും നിറഞ്ഞ യാത്രയുടെ അപ്പുറം ശാന്തമായ ഒരു കര കാത്തിരിക്കുന്നു എന്ന വിശ്വാസവുമാണ് കടലിലെ ദുരിതയാത്രയിലും നമ്മളെ പ്രത്യാശയുള്ളവരാക്കുന്നത്. അവൻ കാറ്റിനെ ശാസിക്കുമ്പോൾ ദൈവകൃപ വെളിപ്പെട്ടു. താൻ പ്രകൃതിയുടെ ദൈവമെന്ന് വ്യക്തമാക്കി. കടലിൻ്റെ തിരമാലകളുടെ അലറുന്ന ശബ്ദത്തെയും അതേ ശബ്ദം കൊണ്ട് അവൻ അമർച്ച ചെയ്തു. മോശ കടലിനെ ഒരു ചെറിയ വടി കൊണ്ടും യോശുവ നിയമത്തിൻ്റെ പെട്ടകം കൊണ്ടും എലിശാ പ്രവാചകന്റെ അങ്കി കൊണ്ടുമൊക്കെ വിഭജിക്കുന്നതായി നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ വാക്കിനാൽ അതിനെ അടക്കി. നമ്മുടെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ വൻ തിരകൾ അടിച്ചു എന്ന് വരാം. എന്നാൽ കർത്താവ് അതിനെ ദൂരീകരിക്കാൻ വല്ലഭനാണ്. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായത്തിൽ എഫോദിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ,
പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്ന എഫോദിൽ പൊന്ന് അടിച്ച നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ച് ഇടയിൽ ചിത്രപ്പണിയായി നെയ്ത് ചേർത്തിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. മനുഷ്യത്വവും ദൈവത്വവും അവനിൽ ഒരേ സമയത്ത് സ്ഥിതി ചെയ്തിരുന്നു. മനുഷ്യൻ എന്ന നിലയിൽ അവൻ ഉറങ്ങി, എന്നാൽ ദൈവം എന്ന നിലയിൽ കടലിനെയും കാറ്റിനെയും ശാസിച്ചു. ലാസറിന്റെ കല്ലറയ്ക്കൽ കരയുകയും ഉടൻ തന്നെ ദൈവത്വത്തിൽ അവനെ ഉയർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിത യാത്രകളിൽ കാറ്റും തിരമാലകളും കോളും നമുക്ക് പ്രതികൂലമായി ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയുടെ പടകുകളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റുകൾ അടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവിനോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വലിയ ശാന്തതയുണ്ടാകും. പൂർണ്ണമായും മാറുന്നു എന്നതല്ല, ശാന്തതയുണ്ടായി. ആ ശാന്തത വിശ്വാസത്താൽ സ്വീകരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ നമുക്ക് ഇടയാകണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കണ്ട് സന്തോഷിപ്പാൻ, അങ്ങയോട് പ്രാർത്ഥിപ്പാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, അങ്ങയോട് പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ ജീവിത നോകയിൽ അവിടുന്ന് ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി യാത്ര ചെയ്യാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.